ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കാൽക്കുലസ് ഇ ലേണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കി ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ള കാര്യം നോക്കാം. അതും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലുള്ള തന്നെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ 5th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദി ഫസ്റ്റ് പിക്ചർ ഷോസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ദി സ്മാളർ ട്രയാങ്കിൾ സ്കോർഡ് ബൈ ജോയിനിങ് ദി മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ്സ് കട്ട് ഓഫ്. ദി സെക്കൻഡ് പിക്ചർ ഷോസ് ദി സെയിം തിങ് ഡൺ ഓൺ ഈച്ച് ഓഫ് 3 triangles in the first picture. The third picture shows the same thing done on the second picture. ഓക്കെ, അപ്പോൾ അതിനെ കുറച്ച് സബ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ കാണിച്ചിരിക്കുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ മിഡ് പോയിന്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഭാഗം നമ്മൾ ഓരോ ട്രയാങ്കിളിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കാം. ഓക്കെ, അപ്പോ ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ കണ്ടല്ലോ, ഇതിന്റെ അകത്ത് ട്രയാങ്കിൾസ് കാണിച്ചിട്ടുണ്ട്. ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ളതും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ട് ഉള്ളതുമാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയാം സമഭുജ ത്രികോണങ്ങൾ എന്ന് പറയാം. അപ്പൊ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, ആദ്യത്തെ ചിത്രത്തിൽ ഒരു സമഭുജ ത്രികോണത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചെറിയ ത്രികോണം മുറിച്ചു മാറ്റിയിരിക്കുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെ ചിത്രങ്ങൾ ബാക്കിയുള്ള ത്രികോണങ്ങളിലും ഇതേ കാര്യം ആവർത്തിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കണ്ടല്ലോ, ഈ മിഡ് പോയിന്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്ത ത്രികോണത്തിലും ഇതേപോലെ മിഡ് പോയിന്റ് കട്ട് ചെയ്ത് മാറ്റിയ ഒരു ഭാഗമുണ്ട്. അതിന് ബാക്കി വരുന്ന ട്രയാങ്കിൾസിന്റെയും മിഡ് പോയിന്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അങ്ങനെയാണ് ഇത് ഇപ്പൊ പോകുന്നത്. അപ്പോൾ ഈ മിഡ് പോയിന്റ്സ് കട്ട് ചെയ്ത് മാറ്റി അങ്ങനെ ഒരു സീക്വൻസ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ കണ്ടെത്താനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ. ഇപ്പൊ ഈ ഒന്നാമത്തെ ചിത്രം നമ്മൾ ടെക്സ്റ്റ് ഇല്ലാത്തതാണ്. അപ്പൊ ഇത് തൊട്ടുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി, ഇങ്ങോട്ടുള്ളത് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതായിരുന്നു അതിന്റെ ഒറിജിനൽ ട്രയാങ്കിൾ. അതിന്റെ മിഡ് പോയിന്റ് നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ആ ഭാഗം എന്ത് ചെയ്ത് കളഞ്ഞു? കട്ട് ചെയ്ത് കളഞ്ഞു. ഉണ്ടോ? എന്നിട്ട് പിന്നെ ഈ ട്രയാങ്കിളിന്റെയും ബാക്കി വരുന്ന ഭാഗത്തെ ട്രയാങ്കിൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടുത്തെ ഈ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടുത്തെ മിഡ് പോയിന്റും ജോയിൻ ചെയ്ത് ട്രയാങ്കിളും കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ വീണ്ടും കുഞ്ഞിതായിട്ട് വീണ്ടും ട്രയാങ്കിൾ നമുക്ക് സബ് ഡിവിഷൻസ് വരുമല്ലോ. അങ്ങനെ പോയി അതാണ് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഒരു ഫിഗർ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇത് ആണ് അതിന്റെ ഒരു കാര്യം. ഓക്കെ, അതങ്ങനെ പോകും. അതാണ് ഈ ലാസ്റ്റ് ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ. ഓരോ ട്രയാങ്കിൾസിനും എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ അകത്ത് ഇതാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നോക്കാം. ഇതിനകത്ത് എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്? 1, 2, 3. ഓക്കെ, 1, 2, 3. അപ്പൊ 3 റെഡ് ട്രയാങ്കിൾസ് ആണ് ഇതിന്റെ അകത്തുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പിക്ചർ കണ്ടല്ലോ. ഈ ഒരു പിക്ചർ അതേപോലെ തന്നെ ഒരു പിക്ചർ അല്ലേ ഇവിടെയും വരുന്നത്, കണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഈ ഒരു പിക്ചറിന്റെ അകത്ത് 3 ഉണ്ട്. അപ്പൊ ഈ പിക്ചറിന്റെ അകത്തും ഈ ഒരു ഫിഗറിന്റെ അകത്ത് 3 കാണും. അതേപോലെ ഇവിടെയും ഒരു ഫിഗർ ഉണ്ടല്ലോ, കണ്ടല്ലോ. ഓക്കെ, അപ്പൊ അവിടെയും 3 ഉണ്ട്. അപ്പോ ആ സ്ഥിതിക്ക് ഇവിടെയും ഒരു 3 കാണും. അപ്പോ 3 + 3 എത്ര കിട്ടും? 9 കിട്ടും. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്നതിന് ഉദ്ദേശം കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഇച്ചിരി കോംപ്ലക്സ് ആവും. അപ്പൊ എണ്ണി എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇനി കണ്ടല്ലോ, ഈ മൊത്തത്തിൽ ഒരു ഫിഗർ കണ്ടല്ലോ. ഈ
മൊത്തം ഈ ഫിഗറിനകത്ത് 9 എണ്ണം ഉണ്ടോ? ഈ ഫിഗറാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, 9 എണ്ണം. അപ്പൊ ഇവിടെ 9 റെഡ് ട്രയാങ്കിൾ ഉണ്ട്. അതേപോലെ അപ്പൊ ഇവിടെയും 9 റെഡ് ട്രയാങ്കിൾ കാണും. അതേപോലെ ഈ ഭാഗത്തും എന്ത് കാണും? റെഡ് ട്രയാങ്കിൾ 9 എണ്ണം കാണും. അപ്പോ 9 + 9 + 9 ഇപ്പൊ എത്ര കിട്ടും? 27. ഓക്കെ, അപ്പൊ ഇതാണ് റെഡ് ട്രയാങ്കിൾസിന്റെ എണ്ണം. 3, 9, 27. ഓക്കെ ഓക്കെ ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ. ടേക്കിംഗ് ദി ഏരിയ ഓഫ് ഓൾ uncut triangle as 1, compute the area of small triangle in each picture. അതായത് മുറിച്ചു മാറ്റാത്ത ത്രികോണത്തിന്റെ ഏരിയ ഒന്നായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓരോ ത്രികോണത്തിന്റെയും ഏരിയ കണ്ടെത്താനായിട്ടാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് മുറിക്കാത്ത വലിയ ത്രികോണത്തിന്റെ പരപ്പളവ് 1 എടുത്താൽ ഓരോ ചിത്രത്തിലെയും ഒരു ചെറിയ ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോ ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 4 ട്രയാങ്കിൾസ് ഉണ്ട്, ഇവിടെ 16 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പാറ്റേൺ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ട്രയാങ്കിൾ ഫുൾ ആയിട്ട് എടുത്ത് മേളിൽ വെച്ചതാണ് ഇവിടെ വരുന്നത്. കണ്ടല്ലോ, അതായത് ഈ മേളിലത്തെ പോർഷനിൽ 4 ട്രയാങ്കിൾസ് ഉണ്ട്. അതേപോലെ ഈ ഒരു പോർഷൻ എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെയും 4 ട്രയാങ്കിൾസ് ഉണ്ട്. 1, 2, 3, 4. അതേപോലെ ഇവിടെയും 4 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെയും 4 വരും, ഇവിടെ ഒരു 4 ട്രയാങ്കിൾസ് വരും, ഇവിടെ ഒരു 4 ട്രയാങ്കിൾസ് വരും, ഇവിടെ ഒരു 4 ട്രയാങ്കിൾസ് വരും. ഓക്കെ, അങ്ങനെ മൊത്തം ടോട്ടൽ 16 ട്രയാങ്കിൾസ് വരും. അതാണ് നമ്പർ ഇട്ട് എണ്ണി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ നമ്പർ നമുക്ക് ഇതേപോലെ നമ്പർ ഇട്ട് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ 4 ട്രയാങ്കിൾസ് ഉണ്ട്, ഇവിടെയും 4 ട്രയാങ്കിൾസ് ഉണ്ട്. ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇപ്പൊ ഇതേപോലുള്ളൊരു പാറ്റേൺ തന്നെയാണ്. ഞാൻ അതിൻ്റെ അകത്ത് ട്രയാങ്കിൾസിന്റെ എണ്ണം ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്, അത് നോക്കാതെ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇവിടെ ഈ ട്രയാങ്കിൾ എടുത്ത് മേളിൽ ഇവിടെ വെച്ചു. ഓക്കെ, ഇനി ഈ മൊത്തത്തിൽ ഈ ടോട്ടൽ ഈ ട്രയാങ്കിള് എടുത്തായിരിക്കും ഇതിന്റെ മേളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ മൊത്തം 16 ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ ഇവിടെ 16 ട്രയാങ്കിൾസ് കാണും. അതേപോലെ ഈ ഒരു ഭാഗം കണ്ടല്ലോ, ഇവിടെയും 16 ട്രയാങ്കിൾസ് കാണും, ഇവിടെയും 16 ട്രയാങ്കിൾസ് കാണും. ദെൻ ഇതിന്റെ ഒരു സെന്റർ പോർഷനിൽ 16 ട്രയാങ്കിൾസ് നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കാം. അതായത് ഈ ഒരു വലിയ ട്രയാങ്കിളിന്റെ അതിന് നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞ് ഓരോ പോർഷനാക്കി നമുക്ക് കട്ട് ചെയ്ത് 16 ട്രയാങ്കിൾസ് ആക്കാനായിട്ട് പറ്റും. ഓരോ മിഡ് പോയിന്റ് വെച്ച് ജോയിൻ ചെയ്ത് നമുക്ക് അങ്ങനെ എണ്ണി എടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം. അത് ഇച്ചിരി പാടാണ്. അങ്ങനെ എണ്ണിയില്ലെങ്കിലും ഈ ഒരു ഐഡിയ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും 16 ട്രയാങ്കിൾസ് ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. മൊത്തം എത്ര 16 ട്രയാങ്കിൾസ് ഉണ്ട്? അപ്പൊ 16, 16, 16 3 16 ട്രയാങ്കിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോ മൊത്തം ടോട്ടൽ ഇവിടെ എത്ര വരും? അപ്പോൾ ഇവിടെ 64 ട്രയാങ്കിൾസ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഏരിയ വരുന്ന സമയത്ത് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കണക്കാക്കാം 1/4. ഇവിടെ വരുന്ന സമയത്ത് 1/16, ഇവിടെ വരുന്ന സമയത്ത് 1/64. അങ്ങനെയാണ് അതിന്റെ ഏരിയ വരുന്നത്. ഇവിടത്തെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 1, ഈ ഒരു ട്രയാങ്കിളിലുള്ള കുഞ്ഞു ട്രയാങ്കിളിന്റെ ഏരിയ 1/4. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ കുഞ്ഞു ട്രയാങ്കിൾസിന്റെ ഓരോന്നിന്റെയും എന്ന് പറയുമ്പോൾ ഇവിടത്തെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ 1, ഈ ഒരു ട്രയാങ്കിളിലുള്ള കുഞ്ഞു ട്രയാങ്കിളിന്റെ ഏരിയ 1/4. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ കുഞ്ഞു ട്രയാങ്കിൾസിന്റെ ഓരോന്നിന്റെയും എന്ന് പറയുമ്പോൾ 1/16. ഓക്കെ, ഇവിടെ 1/64. കണ്ടല്ലോ, അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഏരിയ വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? ഓരോ റെഡ് ട്രയാങ്കിൾസിന്റെയും ഏരിയ എത്ര എന്നുള്ളതാണ് ചോദ്യം. അതായത് റെഡ് ട്രയാങ്കിൾസിന്റെ എണ്ണം മാത്രം നമ്മൾ എടുത്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, write the sequence of natural numbers which leave remainder 1 on division by 3 and the sequence of natural numbers which leave remainder 2 on division by 3. അതായത് 3യുടെ മൾട്ടിപ്പിൾസിന്റെ
3യുടെ മൾട്ടിപ്പിൾസ് എടുക്കുമ്പോൾ അതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വേണം. അതായത് റിമൈൻഡർ 1 വരുന്ന സീക്വൻസുകളും റിമൈൻഡർ 2 വരുന്ന സീക്വൻസുകളും നമ്മൾ എഴുതണം. അപ്പം ആദ്യം നമുക്ക് 3യുടെ ടേബിൾ ഒന്ന് എഴുതാം. 3യുടെ മൾട്ടിപ്പിൾസ് ഒന്ന് എഴുതി നോക്കാം. 3യുടെ മൾട്ടിപ്പിൾസ് 3, 6, 9, 12 ഇങ്ങനെയാണല്ലോ പോകുന്നത്. അപ്പൊ ഈ 3, 6, 9, 12 എന്ന് പറയുന്ന ഈ നമ്പേഴ്സ് എല്ലാം റിമൈൻഡർ വരില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരിക്കലും റിമൈൻഡർ വരില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ റിമൈൻഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഇവിടെ 3 എന്നുള്ളത് റിമൈൻഡർ 1 വരണമെന്നുണ്ടെങ്കിൽ +1 ചെയ്ത് നോക്ക് 4. ഇതിൻ്റെ കൂടെ +1 കൂട്ടുമ്പോൾ 7, ഇവിടെ 10, ഇവിടെ 13. അതായത് ഈ സംഖ്യകളെല്ലാം നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നതാണ്. ഉദാഹരണമായിട്ട് 13 / 3 ചെയ്യുമ്പോൾ 4 3s are 12. ഓക്കെ, റിമൈൻഡർ 1 കണ്ടല്ലോ. അതായത് നോർമൽ മൾട്ടിപ്പിൾസിന്റെ കൂടെ റിമൈൻഡർ കൂട്ടുമ്പോൾ അതായിരിക്കും ബാലൻസ് വരുന്നത് അല്ലെ. ഇതാണ് മൾട്ടിപ്പിൾസ്. ഇതിന്റെ കൂടെ മൾട്ടിപ്പിൾസ് റിമൈൻഡർ 1 വരണമെങ്കിൽ ഇതിന്റെ കൂടെ 1 കൂട്ടി കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ എക്സാമിന് ചോദിക്കുമ്പോൾ ഇതേപോലെയാണ് ചോദിക്കുന്നത്. റിമൈൻഡർ ഇത്ര വരുന്നത്, ഇത്ര ഇന്നതിന്റെ ടേബിളിൽ വരുന്നതിന്റെ റിമൈൻഡർ ഇന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഇന്നത് വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റിമൈൻഡർ ഏതാണോ അത് ആ ടേബിളിലുള്ള ആ ഒരു നമ്പറിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോ അടുത്തത് റിമൈൻഡർ 2 വരണമെന്നാണ്. റിമൈൻഡർ 2 വരണമെന്നുണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾസിന്റെ കൂടെ 2 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, 3 ആണെന്നുണ്ടെങ്കിൽ അത് 5, 3 + 2 5, 6 + 2 8, 9 + 2 11, 12 + 2 14. ഓക്കെ, അപ്പൊ ഈ ഒരു സംഖ്യകളെല്ലാം നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരും. നോക്കാം, 11/3 ചെയ്ത് നോക്ക്. 3 3s are 9. ബാലൻസ് എത്ര വരും? 2 വരും. കണ്ടല്ലോ. then 14/3 ചെയ്യുമ്പോൾ 4 3s are 12. ബാലൻസ് 2 വരും. കണ്ടല്ലോ. അപ്പോൾ സിമ്പിൾ ആണ്. ഇതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. റിമൈൻഡർ ഇന്നത് വരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സംഖ്യയുടെ മൾട്ടിപ്പിൾസിന്റെ കൂടെ ആ റിമൈൻഡർ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. നമുക്ക് വേറെ ഒരെണ്ണം റിമൈൻഡർ 4 അല്ല, സോറി, റിമൈൻഡർ 4 ആണ്. റിമൈൻഡർ 4 വരണം. പക്ഷെ 3യുടെ മൾട്ടിപ്പിൾസ് അല്ല, 6ന്റെ മൾട്ടിപ്പിൾസ് ഓഫ് 6 ആണെന്ന് വിചാരിക്കും. മൾട്ടിപ്പിൾസ് ഓഫ് 6ന്റെ മൾട്ടിപ്പിൾസ് എടുക്കുന്ന സമയത്ത് 4 റിമൈൻഡർ വരുന്ന സംഖ്യകളുടെ സീക്വൻസ് എഴുതാനാണ് ചോദ്യമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് എഴുതും? നമ്മൾ അത് മൾട്ടിപ്പിൾസ് ഓഫ് 6 ആദ്യം എഴുതണം. മൾട്ടിപ്പിൾസ് ഓഫ് 6 നമ്മൾ 6, 12, 18. ഓക്കെ, ഇനി റിമൈൻഡർ 4 വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്ത് കൊടുത്തത്? 4 ആഡ് ചെയ്ത് കൊടുത്തത്. 6 + 4 10. ഓക്കെ, 12 + 4 16. ഓക്കെ, 18 + 4. ഇപ്പൊ നോക്കാം, 22/6 ചെയ്ത് നോക്ക്. ബാലൻസ് 4 വന്നില്ലേ? അപ്പൊ അങ്ങനെയാണ് അത് എഴുതുന്നത്. ഓക്കെ,